ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. അപ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കണ ഒരു വാർത്തയോട് കൂടി അങ്ങോട്ട് തുടങ്ങാം. 18-കാരൻ ദൊമ്മരാജു ഗുഗേഷ് എന്ന് പറയണ ഡി ഗുഗേഷ് ലോക ചെസ് കിരീടം വീണ്ടും നമ്മുടെ രാജ്യത്തേക്ക് അങ്ങോട്ട് കൊടുന്നു. ഈയിടെ സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ അവസാനത്തെ ഗെയിമിൽ ചൈനയുടെ ഡിങ് ലിറനെ കീഴടക്കിയിട്ടാണ് ഗുഗേഷ് ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനായത്. അപ്പോൾ ഗുഗേഷിന് FM തിരുമേനിയുടെ വക ഒരു ബിഗ് സല്യൂട്ട്. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കണത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വല്ല രൂപമുണ്ടോ? രോഗം കൊണ്ടാന്നാവും നിങ്ങൾ പറയാൻ പോണ. അല്ല, സാക്ഷാൽ വാഹനാപകടം. ലക്കും ലഗാനൊന്നും ഇല്ലാണ്ട് വാഹനം ഓടിക്കണോണ്ട് ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം ആളുകളാണത്രേ നമ്മുടെ രാജ്യത്ത് മരിക്കണത്. ഇതിൻ്റെ 3 ഇരട്ടിയിലധികം ആളിൽ, അതായത് ഏതാണ്ട് 5 ലക്ഷത്തോളം പേരാണ് ഗുരുതരമായിട്ടുള്ള പരിക്കായിട്ട് നമ്മുടെ രാജ്യത്ത് ആസ്പത്രികളിൽ ചികിത്സയിലിരിക്കണത്. ഇത് പറയാൻ കാരണം ഈയിടെ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കരിമ്പ പനയമ്പാടെന്ന് പറയുന്ന സ്ഥലത്ത് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന 4 പെൺകുട്ടികളുടെ ജീവനാണ് റോട്ടിൽ പൊലിഞ്ഞത്. അതും ലോറികളുടെ മത്സരോട്ടം കൊണ്ട്. മാത്രമല്ല, റോഡ് എഞ്ചിനീയറിങ്ങിലുള്ള ചില കുഴപ്പങ്ങളും ഈ അപകടത്തിന് കാരണമാണെന്നാണ് ആള് പറയണത്. ഇതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധങ്ങൾ ഉയർത്തി റോഡ് ഉപരോധിച്ചു. 1.5 മണിക്കൂറോളാണ് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടത്. അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണം കൊണ്ടാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവണമെന്നാണ് നാട്ടുകാർ പറയണത്. ഇങ്ങനെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ മാത്രം നെലിയും വിളിയും കൂടിയിട്ട് എന്താ കാര്യം? ഇത് തടയാനുള്ള വഴിയാണ് ഭരണാധികാരികൾ ചെയ്യേണ്ടത്. കുറച്ചു കാലം മുമ്പ് പാലക്കാട്ടടുത്ത് ഇതുപോലെ ഒരു ബസ് അപകടം ഉണ്ടായി. ഇയാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതിനെ തുടർന്നാണ് പല നിറങ്ങളിൽ സർവീസ് നടത്തിയിരുന്ന ടൂറിസ്റ്റ് ബസ്സുകളുടെയൊക്കെ നിറം സർക്കാർ വെള്ളയാക്കി മാറ്റിയത്. എന്നാൽ ഈയിടെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇത് പഴയപടി തന്നെ ആക്കാൻ പോവുകയാണത്രേ. ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ബസ്സിൽ ടൂറ് പോവുള്ളൂ എന്ന് പറയണ കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. ബസ്സിന്റെ മുകളിൽ മരുന്ന് പണി വരെ നടത്തുന്ന കുട്ടികളുണ്ട്. മാഷന്മാർക്കും രക്ഷിതാക്കൾക്കും കുട്ടികളെ പേടിയുള്ള ഇക്കാലത്ത് ഇതല്ല ഇതിലപ്പുറം ഉണ്ടായാലും അത്ഭുതമില്ല. കലികാല വൈഭവം എന്ന് മാത്രമേ പറയാനുള്ളൂ. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. കാര്യസ്ഥൻ ശങ്കരൻ കള്ളു കുടിച്ച് തിരുമുമ്പിൽ ചെല്ലാറുണ്ടെങ്കിലും അയാൾ കള്ളു കുടിക്കുന്നുള്ള കാര്യം നമ്പൂരി അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നമ്പൂരി ശങ്കരനെയും കൂട്ടി എങ്ങടോ പോയിരുന്നു. വഴിയിലൊരു കള്ള് ഷാപ്പിൻ്റെ മുമ്പ് കൂടെ കടന്നു പോകുമ്പോൾ നമ്പൂരി ചോദിച്ചു, എന്താ ശങ്കര, ഇവിടെ എത്തിയപ്പോൾ നിൻ്റെ ഒരു മണം? ഹരിപ്പാടടുത്ത് ഒരു വീട്ടമ്മയുടെ മതിൽ പൊളിക്കണത് സാക്ഷാൽ KSRTC ബസ്. 1-2 തവണയല്ല, 20 തവണയാണത്രേ അവരവരുടെ മതിൽ പുതുക്കി പണിതത്. രാത്രി ഒതുക്കിയിടുന്ന ബസ്സുകൾ പിന്നോട്ടെടുക്കുമ്പോൾ തട്ടി മതിലങ്ങോട്ട് പൊളിഞ്ഞു വീഴും. ഓരോ തവണയും സ്വന്തം പണം മുടക്കി ഇവർ മതിൽ പണിയും. വീണ്ടും ബസ് തട്ടും പൊളിയും, കെട്ടും പൊളിയും. ചുരുക്കത്തിൽ ബസ്സുകൾ പൊളിക്കുക, ഇവർ കെട്ടുക, പിന്നെയും പൊളിക്കുക, കെട്ടുക. എന്നാൽ ദോഷം പറയരുതല്ലോ, ഇത്ര കാലമായിട്ടും ഒരു പ്രാവശ്യം കൂടി KSRTCക്കാർ നഷ്ടപരിഹാരം കൊടുത്തില്ല. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പരാതി കൊടുത്തു അത്രേ. പരാതി ശരിയാണെന്നും തിരുവനന്തപുരത്തെ കേന്ദ്ര കാര്യാലയത്തിൻ്റെ അനുമതി കിട്ടിയാൽ കേടുപാട് തീർക്കുന്നും KSRTCയുടെ ജില്ലാ ഓഫീസർ ഇവർക്ക് മറുപടിയും കൊടുത്തു. എന്നാൽ ബസ് പിന്നോട്ട് പോവാതിരിക്കാൻ കോൺക്രീറ്റ് സ്റ്റോപ്പർ സ്ഥാപിക്കണം എന്നായിരുന്നു ഈ വീട്ടമ്മയുടെ ആവശ്യം.
ഇരുമ്പ് കൊണ്ടുള്ള ഒരു താൽക്കാലിക സംവിധാനമാണ് KSRTC ഏർപ്പെടുത്തിയത്. ആനയെ പേടിച്ച് വീടൊഴിയാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയുടെ വിക്രിയകൾ നമ്മളൊക്കെ കണ്ടതാണല്ലോ. എന്നാൽ ആനവണ്ടി കാരണം വീടൊഴിയേണ്ടി വരുമെന്നാ ഇവരുടെ പേടി. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. മരണശ്വാസം വലിച്ചുകൊണ്ട് കിടക്കണ നമ്പൂരിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ വ്യസനത്തോടുകൂടി തൊണ്ട ഇടറിക്കൊണ്ട് പറഞ്ഞുത്രേ, വലിയപ്പാ വലിയപ്പാന്ന്. ഇത് കേട്ട് നമ്പൂരി, വിഡ്ഢിയോളെ, വലിയപ്പാന്നാ പറയുക, വലിക്കരുതപ്പാന്നല്ലേ പറയേണ്ടത്. കുളിക്കാൻ മടിയുള്ള ശിയാള് നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള കുഴിമടിയന്മാർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. വെറും 15 മിനിറ്റ് കൊണ്ട് കുളിപ്പിച്ച് തോർത്തി തരണ ഒരു യന്ത്രമാണ് ജപ്പാനിലെ കമ്പനിയായിട്ടുള്ള സയൻസ് കോർപ്പറേഷൻ ഉണ്ടാക്കാൻ പോണത്. മനുഷ്യ വാഷിംഗ് മെഷീൻ എന്നാണത്രേ ഇതിൻ്റെ പേര്. ഒരു പേടകം പോലിരിക്കണ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നാൽ മാത്രം മതി. ഇളം ചൂടുള്ള വെള്ളം കുളി കഴിഞ്ഞാൽ ശരീരം തോർത്തോണ്ട് നന്നായി തുടച്ച് ഉണക്കി അങ്ങോട്ട് തരും. സാധാരണ കുളിയേക്കാൾ ശരീരത്തിനെ വൃത്തിയാക്കുന്നത് മനുഷ്യ വാഷിംഗ് മെഷീനിലുള്ള കുളിയാന്നാണ് കമ്പനിയുടെ അവകാശവാദം. അപ്പോൾ മടിയന്മാരൊക്കെ അധികം വൈകാണ്ട് ജപ്പാനിലേക്ക് വിമാനം കയറിക്കൊള്ളുക. തിരുമേനിക്ക് കുളിക്കാൻ നല്ല വെടുപ്പായിട്ടുള്ള കുളമുണ്ട്. അതിലത്തെ സുഖമൊന്നും ഈ യന്ത്രക്കുളി കിട്ടില്ലേ. പിന്നെ കുളിച്ചാൽ മാത്രം പോരല്ലോ, ഭക്ഷണം കഴിക്കണ്ടേ, ജീവിക്കണ്ടേ. മടിയന്മാർ മല ചുമക്കട്ടെ. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. പണ്ടുണ്ടായിരുന്ന ഡൈസ്നോൺ നിയമം പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ട് കലക്ട്രേറ്റിൻ്റെ പടിക്കൽ മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ നമ്പൂരി അടുത്തുണ്ടായിരുന്ന ഒരാളോട് ചോദിച്ചു, എന്നാൽ ഇതനുവദിച്ചാൽ അടുത്ത സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ എന്തായിരിക്കുമെന്ന് തനിക്കറിയോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, പറയൂ. എന്നാൽ കേട്ടോളാ, മുദ്രാവാക്യത്തിൻ്റെ അസൽ ഭാഷയിൽ തന്നെ അങ്ങോട്ട് പറഞ്ഞു തരാം. 1, എല്ലാ 1-ാം തീയതി ശമ്പള ദിവസമായിട്ട് പ്രഖ്യാപിക്കുക. 2, എല്ലാ തീയതിയും 1-ാം തീയതിയായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കുക. 3, 1-ാം തീയതി ഒഴിവു ദിനമായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കുക. ഫോണിൽ നോക്കാണ്ട് 8 മണിക്കൂർ ചെലവഴിച്ചതിന് ചൈനയിലെ ഒരു പെൺകുട്ടിക്ക് സമ്മാനമായി കിട്ടിയത് 1-2 1 ലക്ഷം റുപ്യ. ചൈനയിലെ ചോങ്ചിങ് നഗരത്തിൽ നടന്ന മത്സരത്തിലാണത്രേ 8 മണിക്കൂർ ഫോണ്, ടാബ് ഇത്യാദികളൊന്നും ഉപയോഗിക്കാണ്ട് പുസ്തകം മാത്രം വായിച്ച് ഒരു പെൺകുട്ടി സമ്മാനം നേടിയത്. 100 പേരാണത്രേ മത്സരത്തിൽ പങ്കെടുക്കാൻ അപേക്ഷ കൊടുത്തത്. എന്നാൽ 10 പേരെയാണ് ഇതിൽ തിരഞ്ഞെടുത്തത്. മത്സരത്തിൻ്റെ ഇടയിൽ ഇവരുടെ മാനസിക സമ്മർദ്ദങ്ങൾ അളന്നു. ഫോണ് കുറച്ചു നേരം കാണാണ്ടായാൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്താ? ഇതന്നെ ആലോചിച്ച് വേവലാതിപ്പെടില്ലേ? എന്നാൽ ഈ പെൺകുട്ടി 100-ൽ 89 മാർക്ക് വാങ്ങിയിട്ടാണത്രേ ജയിച്ചത്. എന്നാൽ ഇങ്ങനൊരു മത്സരം ഇന്ത്യയിൽ നടപ്പാക്കിയാൽ ഒരാളും പേര് കൊടുക്കില്ല എന്ന് നിശ്ചയം. 8 മണിക്കൂർ പോയിട്ട് 8 മിനിറ്റ് ഫോണില്ലാണ്ട് പറ്റുമോ? ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. വണ്ടിയിൽ ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിൽ കയറേണ്ടി വന്ന നമ്പൂരി എഞ്ചിൻ്റെ അതിഭയങ്കരമായ ശബ്ദം അസഹ്യമായിട്ട് തോന്നിയോണ്ട് തനിക്കിറങ്ങേണ്ട സ്റ്റേഷനിലിറങ്ങി സ്റ്റേഷൻ മാഷോട് പരാതി പുസ്തകം അങ്ങോട്ട് ചോദിച്ചു. എന്നിട്ട് അതിൽ എഴുതി, വണ്ടിക്ക് ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റ് പാടില്ല, അല്ലെങ്കിൽ അത് നടുവിലാക്കണം. റോഡ് വക്കത്തും ഇലക്ട്രിക് പോസ്റ്റുമ്പിലൊക്കെ പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്നാൽ തീയതി കഴിഞ്ഞിട്ടും ഇങ്ങനെ നീക്കാത്ത പരസ്യങ്ങൾ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും
ചെറിയ ബുദ്ധിമുട്ടൊന്നുമല്ല ഉണ്ടാക്കണത്. ഇങ്ങനെയുള്ള പരസ്യങ്ങൾ ഉടനെ നീക്കം ചെയ്തില്ലെങ്കിൽ കോർപ്പറേഷനിലെയും പഞ്ചായത്തിലെയും സെക്രട്ടറിമാർക്കെതിരെ നടപടിയെടുക്കുന്നതാണ് ഹൈക്കോടതി പറയണത്. ഇതൊക്കെ നീക്കിയാൽ രാഷ്ട്രീയക്കാരുടെ വക കണ്ണുരുട്ടല്, നീക്കിയില്ലെങ്കിൽ കോടതിയുടെ വകയായിരിക്കും നടപടി. ചുരുക്കത്തില് ചെകുത്താന്റെയും കടലിന്റെ ഇടയിൽപ്പെട്ട പോലെയായി ഇവരുടെ സ്ഥിതി. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. വിമാനത്തിൽ യാത്ര ചെയ്യണവർക്ക് മുഷിച്ചിലുണ്ടാവും. ചിലപ്പോൾ 5-8 മണിക്കൂർ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. മൊബൈലിനാണെങ്കിൽ റേഞ്ച് ഉണ്ടാവില്ല. എന്നാൽ രാജ്യാന്തര വിമാനയാത്രയിൽ ചില സർവീസുകളിൽ സിനിമയൊക്കെ കാണാം. ഈ സൗകര്യം എയർ ഇന്ത്യയുടെ ആഭ്യന്തര വിമാന സർവീസുകളിലും ഏർപ്പെടുത്തിയിരിക്കണു അത്രേ. വയർലെസ് ഇൻഫ്ലൈറ്റ് വിനോദസേവനമായിട്ടുള്ള വിസ്ത സ്ട്രീമാണ് എയർ ഇന്ത്യയുടെ ആഭ്യന്തര സർവീസുകളിൽ കിട്ടാൻ പോണത്. യാത്രക്കാരുടെ കൈവശമുള്ള മൊബൈൽ ഫോണ്, ടാബ്ലറ്റ്, ലാപ്ടോപ്പ് ഇത്യാദികളിലൊക്കെ ഈ വിസ്ത സ്ട്രീം കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. എന്നാൽ മുഷിച്ചിലില്ലാണ്ട് കാണാൻ പറ്റണ സിനിമകളുണ്ടോന്നാ തിരുമേനിയുടെ ശങ്ക. സിനിമ കണ്ട് മുഷിഞ്ഞാൽ എന്താ ചെയ്യുക? ഇരുന്ന് മുഷിഞ്ഞാൽ സിനിമ കാണാം. സിനിമ കണ്ട് മുഷിഞ്ഞാലോ? ഈ വാർത്ത കേട്ടപ്പോൾ തിരുമേനിക്ക് മുമ്പുണ്ടായ ഒരു അനുഭവമാണ് ഓർമ്മ വരുന്നത്. തിരുമേനി 2-3 കൊല്ലം മുമ്പ് ഒരു വീട്ടിലേക്ക് അങ്ങോട്ട് പോയി സന്ദർശനത്തിന്. എന്നാൽ തിരുമേനിയുടെ ചാർച്ചക്കാരനായിട്ടുള്ള ദേവൻ്റെ അമ്മയെ കാണാനാണ് പോയത്. ദേവൻ ബഹ്റില്ല. അയാൾ അമ്മയെ പോയൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുമേനി അങ്ങോട്ട് പോയത്. സുഖവിവരമൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഊണ് കഴിച്ചു പോയാൽ മതിയെന്ന് അവർക്ക് നിർബന്ധം. എന്നാൽ ഊണ് കാലാവാൻ 1-2 മണിക്കൂറുണ്ടേനും. തിരുമേനിയുടെ മുഷിച്ചിൽ കണ്ടപ്പോൾ അവരെന്നെ അതിനൊരു പോംവഴിയായിട്ട് കണ്ടെത്തി. വിറക് വെട്ടിയിരുന്ന ഒരു ബലിഷ്ഠകായനായ പണിക്കാരനെ കൊണ്ട് 8-9 തടിച്ച ആൽബങ്ങൾ തിരുമേനിയുടെ മുമ്പിലാണ് കൊടുന്നിട്ടു. എന്നിട്ട് ഊണ് കാലാവണത് വരെ ഇതൊക്കെ കണ്ടോളാൻ അങ്ങോട്ട് പറഞ്ഞു. എന്തൊരു ശിക്ഷ! ശിവശിവ, തീരെ താല്പര്യമില്ലാത്ത ഒരു ആൽബം മറിച്ചു നോക്കി എങ്ങനെ ഹരിക്കുക? പോരാത്തേന് ഇവർ സഹായത്തിനും വന്നു. ഫോട്ടോയിലുള്ള ആളുകളുടെ ജാതകം മുതൽക്ക് അങ്ങോട്ട് തുടങ്ങി വിസ്തരിക്കാൻ. 8-9 ആൽബങ്ങൾ കണ്ടാലേ ഒരു ഊണ് കിട്ടുള്ളൂ എന്ന് വെച്ചാൽ അതിലും ഭേദം പട്ടിണി കിടക്കുക. ഗതി കെട്ടപ്പോൾ തിരുമേനി ഒരു ഫോൺ വന്നു എന്നും പറഞ്ഞ് ഊണ് കഴിക്കാണ്ട് ഓടി രക്ഷപ്പെട്ടു. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. യുനെസ്കോ കോഴിക്കോടിനെ സാഹിത്യ നഗരമായിട്ട് പ്രഖ്യാപിച്ചതിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ പലരും. എന്നാൽ സാഹിത്യ നഗരം കാണാൻ കോഴിക്കോട്ടേക്ക് വരുന്ന ശിയാളിൽ ഇവിടുത്തെ ബോർഡുകൾ കണ്ട് ആകെ അങ്ങോട്ട് കുഴയും. സാഹിത്യ നഗരത്തിലെ പ്രധാനപ്പെട്ട സർക്കാർ ആഫീസിൻ്റെയും കെട്ടിടങ്ങളുടെയൊക്കെ പേര് ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ. പഴയ കെട്ടിടങ്ങളൊക്കെ പുതുക്കിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മലയാളം അങ്ങോട്ട് പോയി. ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള കോഴിക്കോട് കലക്ടറേറ്റിന്റെ 2 കവാടത്തിലെയും പ്രധാന ബോർഡുകൾ സായിപ്പന്മാരുടെ ഭാഷയിൽ, അതിൻ്റെ അടുത്തുള്ള UP സ്കൂളിന്റെ ബോർഡും റോഡ് ഫണ്ട് ബോർഡും എരഞ്ഞിപ്പാലത്തെ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ബോർഡും അസിസ്റ്റന്റ് വിദ്യാഭ്യാസ ഓഫീസറുടെ ഓഫീസിന്റെ ബോർഡും പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിലല്ലേ? പണ്ടിതൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലുമായിരുന്നു. പുതിയ ബോർഡുകൾ സ്ഥാപിച്ചപ്പോഴാണ് മലയാളത്തിന് പൂർണ്ണമായിട്ട് അങ്ങോട്ട് തഴഞ്ഞത്. നഗരത്തിലുള്ള മിക്ക സ്കൂളുകളുടെയും പേര് ഇംഗ്ലീഷിലാണ് പ്രവേശന കവാടത്തിൽ എഴുതിയിരിക്കുന്നത്. ചെറിയ ക്ലാസ് മുതൽ തുടങ്ങണല്ലോ ഇംഗ്ലീഷിനോടുള്ള അടിമത്തം. നടക്കാവിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ വിമൻ, മാനാഞ്ചിറയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ മെൻ, ഇതൊക്കെ പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിലാണ്. പോരാത്തതിന് പഴയ കാലത്തുള്ള ബോർഡുകളിൽ മലയാളം ഉണ്ടെങ്കിലും പെയിന്റ് പോയി വായിക്കാൻ പറ്റാത്ത നിലയിലാണ്. എല്ലാവരും കാണുന്ന മാനാഞ്ചിറയിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കെട്ടിടത്തിന്റെ സമുച്ചയത്തിന് PWD കോംപ്ലക്സ് എന്നാണ് ബോർഡ്. ലളിതകലാ അക്കാദമി, ആർട്ട് ഗാലറി, ഇവർക്കൊക്കെ താല്പര്യം ഇംഗ്ലീഷ് തന്നെ. സിറ്റി ട്രാഫിക് പോലീസിന്റെ അറിയിപ്പ് ബോർഡുകളിലും മലയാളത്തിനോട് താല്പര്യമില്ല.
എന്നാൽ കോഴിക്കോട് കോർപ്പറേഷന്റെ പണം കൊടുത്ത് ഉപയോഗിക്കണ ശുചിമുറിയുടെ കവാടത്തിൽ പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. നഗരത്തിലുള്ള ഒട്ടുമിക്ക സ്വകാര്യ സ്ഥാപനങ്ങൾക്കും പീടികകൾക്കും ഇംഗ്ലീഷ് പേര് മാത്രമാണ് ഉള്ളത്. ഇംഗ്ലീഷിന്റെ കൂടെ മലയാളം ഉണ്ടായിരുന്നു വെച്ചാൽ സാഹിത്യ നഗര പദവി കിട്ടിയ കോഴിക്കോടിന് അത് സ്വർണത്തിന് സുഗന്ധം പോലെയാവുന്നതാണ് ഭാഷാപ്രേമികളുടെ അഭിപ്രായം. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് സ്ഥിതി. പ്രസംഗത്തിൽ മതിയിലോ എല്ലാതും. എന്നാൽ ഇന്നത്തെ തലമുറയിലെ എത്ര കുട്ടികൾക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയുന്ന കണ്ടെന്നെ അറിയണം. മലയാളത്തിൽ പറയണതും പ്രസംഗിക്കണതും ഒക്കെ കുറച്ചില്ല എന്ന് വിചാരിക്കണ മലയാളികൾ ഉള്ളിടത്ത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം.